ഹായ് ഓൾ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അറേഞ്ച്മെന്റ് ഫോർ ക്യാഷ്, അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഈ ഒരു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ തിയറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 82 എക്സാമ്പിൾ നമ്പർ 9 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം. ഞാനതൊന്ന് വായിക്കാം. The following is the balance sheet of Shine Limited as on 31/3/2020. പർട്ടിക്കുലേഴ്സ് ആയിട്ട് ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഇക്വിറ്റി വരുന്നു, ഷെയർ ക്യാപിറ്റലിന്റെ കീഴിലായിട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നു. 2500 ഷെയർസ് ഓഫ് 100 ഈച്ച് എന്ന് പറയുമ്പോൾ 2,50,000 rupees. കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്, 20 rupees ആണ് ഒരു ഷെയറിന്റെ കോൾസ് ഇൻ അരിയർ വരുന്നത്. അങ്ങനെ 100 ഷെയർസിനായിട്ട് 2000 രൂപയാണ്. 100 ഷെയർസിനായിട്ടാണ് 2000 രൂപ കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്. ടോട്ടൽ 2,48,000 ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 30,000 ഷെയർസ് ഓഫ് 10 rupees ഫുള്ളി പെയ്ഡ് ആണ്, 3,00,000 rupees വരുന്നുണ്ട്. അതർ ഇക്വിറ്റിയിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് കാണിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ നേർക്ക് 1,50,000 rupees. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന്റെ നേർക്ക് 15,000 rupees വരുന്നുണ്ട്. കറന്റ് ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട് 27,000 rupees. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് വരുന്നത് 7,40,000 rupees. അസറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം നോൺ കറന്റ് അസറ്റ് ആണ് 6,00,000 rupees. കറന്റ് അസറ്റ് ആയിട്ട് രണ്ടെണ്ണമാണ് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് 50,000 rupees, ബാങ്ക് 90,000 rupees. ടോട്ടൽ അസറ്റ് വരുന്നത് 7,40,000 rupees. ഇനി കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. On 30/6/2020, the board of directors decided to redeem the preference shares at a premium of 10% and to sell the investment at its market price of 40,000 rupees. They also decided to issue sufficient number of equity shares of rupees 10 each at a premium of rupees 1 per share, required after utilizing the profit and loss, leaving a balance of rupees 50,000. Premium on redemption is required to be set off against securities premium reserve account. Repayments on redemption were made in full except to one shareholder holding 50 shares only due to his leaving India. Show journal entries and balance sheet after redemption. So ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാ വക എന്താണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ വക അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഒരു ലെങ്തി 1 ആയിരിക്കും സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ തന്നെ വായിച്ചു, ലെങ്തി 1. സോ നമുക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയത്ത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ നമ്മൾ വായിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ എന്ത് വരുന്നുണ്ട്, കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാ ഷെയർസിനും കോൾസ് ഇൻ അരിയർ വരുന്നില്ല. ഓക്കെ, നേരത്തെ പറഞ്ഞു 20 രൂപയാണ്. അങ്ങനെ 100 ഷെയർസിനാണ് കോൾസ് ഇൻ അരിയർ വരുന്നത്. ടോട്ടൽ 2,000 രൂപയാണ്. സോ 20 രൂപയാണ് ഒരു ഷെയറിനെങ്കിൽ 2,000 രൂപ ടോട്ടൽ വരുന്നുണ്ടെങ്കിൽ എത്ര ഷെയർസിനാവും കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ടാവുക? 100 ഷെയറിന്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2,000 ഡിവൈഡഡ് ബൈ 20 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 100 ഷെയർസിനാണ് കോൾസ് ഇൻ അരിയർ വരുന്നത്. സോ ടോട്ടൽ 2,500 ഷെയർസ് ഉണ്ട്. അതിൽ 100 ഷെയർസ് എന്ന് പറയുന്നത് കോൾസ് ഇൻ അരിയർ ഉള്ള ഷെയർ ആണ്. സോ നമുക്ക് ആ ഷെയർസ് 100 ഷെയർസിനെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, നമുക്ക് ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് 2 കാറ്റഗറി ഉണ്ട്. ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസും പാർട്ട്ലി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസും ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ്. 2,500 ഷെയർസിലെ 100 ഷെയർസ് പാർട്ട്ലി പെയ്ഡ് അപ്പ് അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ ഉള്ള ഷെയർസ് ആയത് കാരണം തന്നെ ഓൺലി 2,400 ഷെയർസ് ക്യാൻ ബി റിഡീംഡ് ഇൻ ദിസ് കേസ്. അതാദ്യം മനസ്സിലാക്കുക. ഇനി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? റെഡീം ചെയ്യേണ്ടത് പ്രീമിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇടയിലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് 40,000 രൂപയ്ക്ക്, മാർക്കറ്റ് പ്രൈസ് 40,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അസറ്റ് സൈഡ് നോക്കുക. അതിൽ ഇൻവെസ്റ്റ്മെന്റിൽ 50,000 rupees ആണ് കിടക്കുന്നത്. 50,000 രൂപയുള്ള ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ എത്രയ്ക്കാണ് വിറ്റത്? 40,000 രൂപയ്ക്കാണ്. സോ ലോസിലാണ് വിറ്റിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി റിഡംഷൻ ചെയ്യുന്നതിനുള്ള സോഴ്സ് മണി അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ ആ ഒരു എമൗണ്ട് റേസ് ചെയ്യുന്നത്? 2 സോഴ്സസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്
ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രോഫിറ്റിൽ 50,000 രൂപ ബാലൻസ് വെച്ചിട്ട് ബാക്കിയുള്ളത് റിഡംഷന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അതർ ഇക്വിറ്റിയുടെ ഭാഗത്തിലായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുക. അവിടെ 1,50,000 rupees ആണ് വരുന്നത്. അതിൽ ഇനിയുള്ള ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന സമയത്ത് എത്ര രൂപ കാണിക്കേണ്ടി വരും? 50,000 ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് റിഡംഷന് യൂസ് ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇനി എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത് ഒരു ഷെയറിന് 10 രൂപ ഫേസ് വാല്യൂ, പ്രീമിയത്തിലായിട്ട് 1 രൂപ, അങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതായത് പ്രീമിയം 1 rupee എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം അറ്റ് പ്രീമിയം 10% അല്ലെങ്കിൽ 1 rupee എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താണ്? റിഡംഷനുള്ള പ്രീമിയം നമുക്ക് മീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു കേസും കൂടി പറഞ്ഞിട്ടുണ്ട്. 50 ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഇന്ത്യ വിട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാരണം തന്നെ അവർക്ക് ആ ഒരു കാശ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് അതർ കറന്റ് ലയബിലിറ്റീസിന്റെ ഹെഡിൽ വരും. ഓക്കെ, ഈ 50 ഷെയർസിനുള്ള എമൗണ്ട് അതർ കറന്റ് ലയബിലിറ്റീസിൽ നമ്മൾ കാണിക്കണം ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. സോ നമുക്ക് എന്ത് കാണിക്കണം? ജേർണൽ എൻട്രീസും അതേമാതിരി തന്നെ ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? സൊല്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് എക്സാമ്പിൾ നമ്പർ 9 പേജ് നമ്പർ 82 എന്ന് പറഞ്ഞിട്ട് എഴുതാം. നമുക്ക് ആദ്യം ഒരു വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യണം. വർക്കിംഗ് നോട്ടില് എല്ലാ കേസുകളും വന്നിട്ടുള്ളതായത് കാരണം തന്നെ വി ഹാവ് സം പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ആദ്യം ചെയ്തതിന് ശേഷമാണ് ജേർണൽ എൻട്രീസിലേക്ക് നേരിട്ട് കടക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി redeemed. ഓക്കെ, എത്ര ഷെയർസ് ആണ് റിഡീം ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അത് എത്ര വരുന്നത്? 2500 ലെസ് ഷെയർസ് having calls in arrear. calls in arrear ഉള്ള ഷെയർസ് അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 2000 രൂപയാണ് കിട്ടാനുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കുക. 2000 രൂപയാണ് കിട്ടാനുള്ളത്. ഒരെണ്ണത്തിന് 20, ഒരു ഷെയറിന് 20 രൂപ വെച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 2000 രൂപ കിട്ടാനുണ്ട്. ഒരെണ്ണത്തിന് 20 രൂപ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ 100 ഷെയർസിനാണ് എന്ത് കിട്ടാനുള്ളത്? ഷെയർസ് ഹാവിങ് കോൾസ് ഇൻ അരിയർ ഉള്ളത് 100 ഷെയർസ് ആണ്. സോ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ്? 2400 ഷെയർസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി റിഡീം അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിഡീം ചെയ്യേണ്ട ഷെയർസിന്റെ എണ്ണം എന്ന് പറയുന്നത്, റിഡീമബിൾ ഷെയർസ് എന്ന് പറയുന്നത് 2400 ഷെയർസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി 2400 ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എമൗണ്ട് വേണം. അതിന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്രോഫിറ്റിൽ 50,000 രൂപ വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലും കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. കാരണം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നത് ലോസിലാണ് വിൽക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ലോസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ലോസ് നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സെറ്റ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഓക്കെ,
എന്നിട്ട് ബാലൻസ് 50,000 രൂപ ബാക്കി വെക്കാനുള്ളത് ബാക്കി വെച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ട് മാത്രമാണ് നമുക്ക് എന്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് amount of profit or loss to be utilized for redemption എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കുക, ബാലൻസ് ഷീറ്റ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് നോക്കുക. പ്രോഫിറ്റ് ഓർ ലോസിൽ നിന്ന് നമുക്ക് റിഡംഷന് വേണ്ടി എത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞിട്ട് എത്ര റുപ്പീസ് ആണ് തന്നിട്ടുള്ളത്, 1,50,000 റുപ്പീസ് തന്നിട്ടുണ്ടാവും. 1,50,000 റുപ്പീസ്. അതിൽ നിന്ന് എന്തൊക്കെ ലെസ് ചെയ്യണം, ലോസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അതേമാതിരി തന്നെ ബാലൻസ് ടു ബി റീറ്റെയിൻഡ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മൾ ബാക്കി വെക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്. ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ലോസ് നോക്കാം. എത്രയാണ് ലോസ് വന്നിട്ടുള്ളത്, ബാലൻസ് ഷീറ്റ് നോക്കുക. അതിന്റെ അസറ്റ് സൈഡിലാണ് ഇൻവെസ്റ്റ്മെന്റ് കാണിച്ചിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് 50,000 റുപ്പീസ് ആണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ലോസ് ആണെങ്കിൽ സെയിൽ ലെസ് കോസ്റ്റ് എന്നാണ് വരിക. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ലെസ് കോസ്റ്റ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, അഡ്ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽസ് തന്നിട്ടില്ലേ നോക്കുക. 40,000-നാണ് വിറ്റിട്ടുള്ളത്. കോസ്റ്റ് എത്രയാണ്, 50,000 റുപ്പീസ്. സോ ശരിക്കും 10,000 റുപ്പീസ് ആണ് ലോസ് വരുന്നത്. 10,000 റുപ്പീസ്. ഓക്കെ, ഇനി ബാലൻസ് ടു ബി റീറ്റെയിൻഡ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് ബാലൻസ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത്, 50,000 രൂപ. സോ ടോട്ടൽ നമ്മൾ ഇതിൽ നിന്ന് 1,50,000-ൽ നിന്ന് എത്ര രൂപ ലെസ് ചെയ്യണം, 60,000 റുപ്പീസ് ലെസ് ചെയ്യണം. 90,000 റുപ്പീസ് ആണ് നമുക്കപ്പോ പ്രോഫിറ്റ് ഓർ ലോസിൽ നിന്ന് നമുക്ക് റിഡംഷൻ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ. റിഡംഷൻ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസിൽ നിന്ന് 90,000 റുപ്പീസ് മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യം പ്രോഫിറ്റ് ഓർ ലോസിൽ 1,50,000 റുപ്പീസ് ഉണ്ടായിരുന്നു. ഈ 1,50,000-ൽ നിന്ന് നമുക്ക് 2 ഐറ്റംസ് ആണ് ലെസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ സമയത്ത് ഉണ്ടായ ലോസ്. അത് കണ്ടുപിടിക്കാൻ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ്. 40,000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് വിറ്റ കാശ് എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ആണ്. സോ 10,000 റുപ്പീസ് ആണ് ലോസ് ആയിട്ട് വരുന്നത്. ഇനി പ്രോഫിറ്റ് ഓർ ലോസിൽ ബാലൻസ് റീറ്റെയിൻ ചെയ്യേണ്ടത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 50,000 റുപ്പീസ് ആണ്. സോ മൊത്തം 60,000 രൂപ എന്ത് ചെയ്യണം, 1,50,000-ൽ നിന്ന് ലെസ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് 90,000 റുപ്പീസ് മാത്രമാണ് നമുക്ക് എന്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് എമൗണ്ട് ടു ബി റേസ്ഡ് യൂസിങ് ഇക്വിറ്റി ഷെയർസ്, അത് കണ്ടുപിടിക്കണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് amount from fresh issue. Fresh issue of shares. സോ നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രഷ് ഇഷ്യൂ. പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം
ഇനി ബാലൻസ് ഉള്ള എമൗണ്ട് എങ്ങനെ റേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് വഴിയെ റേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഷെയർസ്, ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റേസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട്. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? ടോട്ടൽ എമൗണ്ട് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് അറിയേണ്ടത്. ഇതിന്റെ സ്റ്റെപ്പ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് എന്താണ്? എമൗണ്ട് റിക്വയർഡ് അല്ലെങ്കിൽ എമൗണ്ട് പേയബിൾ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതാണ് ടോട്ടൽ എമൗണ്ട് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. എത്ര ഷെയർസ് ആണ് നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നത്? 2400 പ്രിഫറൻസ് ഷെയർസ് ആണ് റെഡീം ചെയ്യാൻ പോകുന്നത്. 2400 ഷെയർസ്. ഒരെണ്ണത്തിന് 100 രൂപ ഫേസ് വാല്യൂ വരുന്ന ഷെയർസ്. സോ നമുക്ക് മൊത്തം എത്ര രൂപയാണ് വേണ്ടത്? 2,40,000 റുപ്പീസ് ആണ് വേണ്ടത്. അതില് പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്കറിയാം. പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ്? പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് 90,000 റുപ്പീസ് ആണ് ആവശ്യം ഉള്ളത്. സോ നമുക്ക് ബാലൻസ് എത്രയാണ്? ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് പോർഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ 2,40,000 നിന്ന് 90,000 കുറയുന്ന സമയത്ത് 1,50,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് റേസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് 10 റുപ്പീസ്. അങ്ങനെ നമ്മൾ മൊത്തം റേസ് ചെയ്യേണ്ടത് 1,50,000 റുപ്പീസ് ആണ്. സോ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ന്യൂ ഷെയർസ്. ഓക്കെ, നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എന്ന് പറയുന്നത്, ന്യൂ ഷെയർസ് ടു ഇഷ്യൂ എന്ന് പറയുന്നത് എത്രയാവും? 1,50,000 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15,000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം? 15,000 ഷെയർസ് ആണ് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി ഇഷ്യൂ ചെയ്യേണ്ട ഷെയർസ് എന്ന് പറയുന്നത്. 15,000 റുപ്പീസിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1,50,000 റുപ്പീസ് ആണ്. ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു വർക്കിംഗ് നോട്ട് പോലെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ജേർണൽ എൻട്രീസിലേക്ക് കിടക്കുകയാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഓൾറെഡി ജേർണല് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ജേർണലിൽ അതുകൂടി ഒരു എൻട്രി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാ എൻട്രീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ ഐ ഓൾറെഡി റോട്ട് അപ്പ് ഓൾ ദ എൻട്രീസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എൻട്രി മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാത്തതായിട്ടുള്ളൂ. ദാറ്റ് ഈസ് സെല്ലിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ടുള്ളത് ജേർണൽ എൻട്രി തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഞാനത് ഇങ്ങനെ ബോർഡിൽ എഴുതി കാണിച്ചിട്ടില്ല. സോ അത് കാരണം തന്നെ നമുക്ക് ആ ഒരു എൻട്രി എങ്ങനെയാണ് പാസ് ചെയ്യണത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ. സോ എന്താണ്? 50,000 രൂപയുള്ള സംഭവത്തിന് നമ്മൾ 40,000 രൂപയ്ക്ക് വിറ്റു. ലോസിനാണ് വിറ്റിട്ടുള്ളത്. ലോസിന് വിൽക്കുന്ന സമയത്ത് എന്ത് വേണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ആ ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. അത് മാത്രം നിങ്ങളതൊന്ന് ഓർമ്മിച്ചാൽ മതി. ജേർണൽ എൻട്രി വരുന്നത് എങ്ങനെയായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ്. നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? കമ്പനിക്ക് കാശ് ഇങ്ങോട്ട് കിട്ടും. കാശ് കംസ് ഇൻ ആണ്. സോ വി ആർ ഡെബിറ്റിംഗ് ബാങ്ക് അക്കൗണ്ട്. ലോസിലായത് കാരണം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അക്കൗണ്ട് ഡെറ്റ് ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. നരേഷൻ വരെ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് സെല്ലിംഗ് അറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് നരേഷൻ വരും. ബാങ്ക് അക്കൗണ്ട് ഡെറ്ററിന്റെ നേർക്ക് വരിക 40,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സോ 40,000 വരും. എത്ര രൂപയായിരുന്നു ഉണ്ടായിരുന്നത്? 50,000 റുപ്പീസ് ഉള്ള സംഭവം 40,000 രൂപയ്ക്ക് വിൽക്കുന്നു. സോ ലോസ് 10,000
റുപ്പീസ്. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് 50,000 രൂപ. ഓക്കെ, 50,000 രൂപയുള്ള സാധനം 40,000 രൂപയ്ക്ക് വിൽക്കുന്നു, 10,000 രൂപ ലോസ്. സോ ഇങ്ങനെ ആയിരിക്കും ജേർണൽ എൻട്രി വരിക ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നതിന്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് കാണിക്കുന്നത്? നമ്മൾ സാധാരണ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള ജേർണൽ എൻട്രീസ് തന്നെയാണ് വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് പോർഷൻ ഓഫ് പ്രോഫിറ്റ്, എത്രയാണ് പ്രോഫിറ്റിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്താണ്? പ്രോഫിറ്റ് കൊണ്ട് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ഫേസ് വാല്യൂ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എക്ടു CRR അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എത്രയാണ്? 90,000 റുപ്പീസ് ആണ് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എന്താണ് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ആ 90,000 റുപ്പീസ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നു. പിന്നെ അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതായിട്ട് കാണിക്കണം. 15,000 ഷെയർസ് ആണ്, ന്യൂ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, 1 റുപ്പി പ്രീമിയത്തിൽ. സോ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? ബാങ്ക് അക്കൗണ്ട് ഡെക്ടർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. 15,000 ഷെയർസിന് കിട്ടുക ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം 11 രൂപ വെച്ചിട്ടാണ് ഒരു ഷെയറിന് കിട്ടുക. അങ്ങനെ 15,000 ഷെയർസ് എന്ന് പറയുമ്പോൾ 1,65,000 റുപ്പീസ് ആണ് കിട്ടുക. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഫേസ് വാല്യൂ എഴുതുക. 15,000 ഷെയർസിന് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് 1,50,000 റുപ്പീസ് ആണ് വരിക. ഇനി എന്താണ് സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ 1 രൂപയാണ് ഒരു ഷെയറിന് പ്രീമിയം ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ 15,000 ഷെയർസ് എന്ന് പറയുമ്പോൾ 15,000 റുപ്പീസ് കിട്ടുന്നതായിട്ട് കാണിക്കണം. ഇനി എന്താണ് റിഡംഷൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ സോഴ്സ് കാണിച്ചതിന് ശേഷം എന്താണ് ഇനി പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. റിഡംഷൻ പ്രീമിയത്തിലാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം എന്താണ് പ്രീമിയം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. പ്രീമിയം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നാണ്. ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് 15,000 ഉണ്ട്. ആൻഡ് നമുക്കിപ്പോ എത്രയാണ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്ത വകയിൽ ഒരു 15,000 റുപ്പീസും കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് 30,000 റുപ്പീസ് ആണ്. നമുക്ക് റിഡംഷൻ പ്രീമിയത്തിന് ആവശ്യമായിട്ടുള്ളത് എത്രയാണ്? പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യേണ്ടത് എത്ര രൂപ പ്രീമിയത്തിലാണ്? 2,400 ഷെയർസ് ആണ്. അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 100 രൂപ എന്ന് പറയുമ്പോൾ 2,40,000 ആണ്. 2,40,000 ആണ്. അതിന്റെ 10% പ്രീമിയം. സോ 24,000 റുപ്പീസ് ആണ് പ്രീമിയം വേണ്ടത്. 30,000 റുപ്പീസ് ഉണ്ട് സെക്യൂരിറ്റി പ്രീമിയം റിസർവില്. സോ 24,000 റുപ്പീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തൂടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട്? ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടോട്ടൽ ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ 15,000 ഉണ്ട്. ആൻഡ് ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്ത വകയിൽ നമുക്ക് 15,000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ ഇപ്പോൾ 30,000 റുപ്പീസ് ഉണ്ട്. നമുക്ക് റിഡംഷൻ പ്രീമിയത്തിനായിട്ട് ആവശ്യമുള്ളത് 24,000 റുപ്പീസ് മാത്രമാണ്. സോ അത് നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഉള്ളത് കാരണം വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. സോ ജസ്റ്റ് വെറുതെ ജേർണൽ എൻട്രി പാസ് ചെയ്യരുത്. ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാശ് പ്രൊവൈഡ് ചെയ്യാൻ അതിലുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്തതിനു ശേഷമാണ് ജേർണൽ എൻട്രി പാസ് ചെയ്തത്. സോ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെക്ടർ ടു റിഡംഷൻ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് 24,000 റുപ്പീസ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കാണിക്കാനുള്ള ജേർണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെക്ടർ റിഡംഷൻ പ്രീമിയം അക്കൗണ്ട് ഡെക്ടർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2,40,000 റുപ്പീസ് ഫേസ് വാല്യൂ വരും. 24,000 റുപ്പീസ് ആണ് റിഡംഷൻ പ്രീമിയം ആയിട്ട് വരുന്നത്. ടോട്ടൽ എമൗണ്ട് പ്രീമിയം പ്ലസ് ഫേസ് വാല്യൂ 2,64,000 റുപ്പീസ് പേ ചെയ്യണം. അതിന് പേ ചെയ്യുന്ന ജേർണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെക്ടർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,64,000 നമ്മൾ പേ ചെയ്യുന്നതായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നു. സോ ഫൈനലി വി ആർ പേയിങ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അത് കൂടി ഈ ഒരു ജേർണൽ എൻട്രി മാത്രമാണ് പുതിയതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നൗ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. അതിന് മുമ്പായിട്ട് നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഒരു ബാങ്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ബിക്കോസ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മളിപ്പോൾ കുറെ കാര്യങ്ങളായി ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്,
ഷെയർസ് എന്താണ് റേസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. സോ ടോട്ടൽ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയാണ് ഉള്ളത്, ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് കാരണം തന്നെ വി ഹാവ് ടു പ്രിപ്പയർ എ ലെഡ്ജർ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും വേണം ബാലൻസ് ഷീറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട്. സോ ഇറ്റ്സ് എ ലെങ്തി വൺ. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് അതേമാതിരി നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു പ്രിപ്പയർ എ ലെഡ്ജർ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അത് അറിയാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കളക്ട് ഇൻഫോർമേഷൻ ഫ്രം ബോത്ത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ബാലൻസ് ഷീറ്റും അതേമാതിരി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ജേർണലും വെച്ചിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് in order to find closing balance. So നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 82 ക്വസ്റ്റ്യനിൽ അസറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 90,000 റുപ്പീസ് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് അവർ ഓപ്പണിംഗ് ബാലൻസ്. സോ ഓപ്പണിംഗ് ബാലൻസ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഇവിടെ എഴുതുക ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ക്വസ്റ്റ്യനിൽ 90,000 റുപ്പീസ് ആണ്, അതെടുത്തിട്ട് എഴുതുക. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊല്ലം എന്തൊക്കെയാണ് ബാങ്ക് അക്കൗണ്ടിന്റെ കീഴിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജേർണൽ നോക്കുക. ജേർണൽ നോക്കുന്ന സമയത്ത് ആദ്യത്തെ എൻട്രി തന്നെ എന്തായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ്. സോ ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിട്ട് ടു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എമൗണ്ട് എഴുതേണ്ടത് എത്രയാണ്, ബാങ്ക് അക്കൗണ്ട് നേർക്ക് വരുന്ന എമൗണ്ട് 40,000 റുപ്പീസ് ആണ് വരിക. സോ 40,000 എടുത്തിട്ട് എഴുതുന്നു. ഇനി അടുത്തത് നോക്കാം, ബാങ്ക് അക്കൗണ്ട് വരുന്ന എൻട്രി എന്തെങ്കിലും ഉണ്ടോന്ന്. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത സമയത്ത്. സോ ഡെബിറ്റ് സൈഡിലായിട്ട് എഴുതുക ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതേമാതിരി ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ നേർക്ക് വരുന്ന എമൗണ്ട് എടുത്തിട്ട് എഴുതാം. 1,50,000 റുപ്പീസ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നത്. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എത്രയാണ് വരുന്നത്, 15,000. യെസ്, 15,000 റുപ്പീസ് ആണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവും ബാങ്ക് അക്കൗണ്ടിൽ. ഇനി ഒരെണ്ണം വരുന്നത് ക്രെഡിറ്റ് സൈഡിലേക്കാണ്. ലാസ്റ്റ് ആയിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തുന്നത്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ബാങ്ക് അക്കൗണ്ട് ഇതിൽ ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. എത്ര റുപ്പീസ് ആണ്, 2,58,500 റുപ്പീസ്. ഓക്കെ, സോ ഇതെല്ലാം കൂടിയിട്ട് ടോട്ടൽ എത്രയാണ് വരുന്നത്, ടോട്ടൽ 2 lakh. ഡെബിറ്റ് സൈഡ് ആണ് കൂടി കിടക്കുന്നത്, 2,95,000 വരുന്നുണ്ട്. സോ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2,95,000 ലെസ് ഈ 2,58,500. So that is 36,500. 36,500 ആണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. 2,95,000 നിന്ന് 2,58,500 കുറയ്ക്കുമ്പോൾ we get the closing balance 36,500 rupees. സോ നമ്മൾ ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഓക്കെ ക്ലോസിംഗ് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വി ഹാഡ് എ ലോട്ട് ഓഫ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റിസീവിങ്ങും അങ്ങനെ കുറേ ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ എന്താണ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് ബാലൻസ് അതേമാതിരി തന്നെ ആ ഒരു ടൈമിൽ കുറേ ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രിപ്പയർ എ ബാങ്ക് അക്കൗണ്ട്. ഇനി അടുത്തത് എന്താണ്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് വി ഹാവ് ടു പ്രിപ്പയർ നോട്ട്സ് ടു അക്കൗണ്ട്സ്. സോ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട്
എഴുതാം. സോ ഫസ്റ്റ് നോട്ട്സ് നമ്പർ എഴുതാൻ വേണ്ടിയിട്ടുള്ള കോളം, ദെൻ പെർട്ടിക്കുലേഴ്സ്, ദെൻ 2 എമൗണ്ട് കോളം. ഓക്കെ, ഇത് ഫൈനലായിട്ടുള്ള എമൗണ്ട് എടുത്ത് എഴുതാൻ ഇവിടെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഷെയർ ക്യാപിറ്റലാണ് ആദ്യം വരുന്നത്. ഷെയർ ക്യാപിറ്റലിൽ ആദ്യം വരുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സോ അതിൽ 2500 ഷെയർസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ 2400 ഷെയർസ് റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ നൗ വി ഹാവ് 100 ഷെയർസ്. ഓക്കെ, 100 ഷെയർസ് ആണുള്ളത്. സോ അതിനെ 100 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഒരെണ്ണത്തിന് 100 രൂപയെ വെച്ചിട്ടാണുള്ളത്. സോ എത്ര വരും? 10,000 ആണ് ഷെയർസിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ബട്ട് അവിടെ കോൾസ് ഇൻ എരിയർ ഉണ്ട്. ഈ 100 ഷെയർസിന് കോൾസ് ഇൻ എരിയർ ഉള്ളത് കാരണം ലെസ് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഒരെണ്ണത്തിന് 20 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ 100 ഷെയറിന് എന്ന് പറയുമ്പോൾ 2000 രൂപയുടെ കോൾസ് ഇൻ അരിയർ വരുന്നുണ്ട്. 8000 റുപ്പീസിന്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് ഇപ്പോൾ കമ്പനിക്ക് ഉള്ളത്. ഇനി അടുത്തത് എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലില് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ഓൾറെഡി അവിടെ 30,000 ഷെയർസ് ഉണ്ടായിരുന്നു. ഇൻ അഡീഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ 15,000 ഷെയർസും കൂടിയായി. സോ മൊത്തം 45,000 ഷെയർസ്. ഒരെണ്ണത്തിന് 10 രൂപ വെച്ചിട്ട് തന്നെയാണ് ഫേസ് വാല്യൂ. സോ ഇറ്റ് ഈസ് 4,50,000 റുപ്പീസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായി? 4,58,000 ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും കൂടിയിട്ട് 4,58,000 ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. റീറ്റെയിൻഡ് ഏർണിങ്സ്, അതിലും ചേഞ്ച് വരുന്നുണ്ട്. സോ ആദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. 1,50,000 ആണ് മുമ്പത്തെ ബാലൻസ് ഷീറ്റിൽ, ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരുന്നത്. അതിൽ 50,000 ബാലൻസ് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് റിഡംഷന് യൂസ് ചെയ്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 50,000 റുപ്പീസ് ആണ് ഉള്ളത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനും അതേമാതിരി തന്നെ നമ്മുടെ ജേർണലും അറിയണം. ജേർണലും നോക്കണം. സോ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി 15,000 ഉണ്ടായിരുന്നു. ആൻഡ് ബൈ വേ ഓഫ് ഇഷ്യൂയിങ് ഷെയർ ക്യാപിറ്റൽ ഓർ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വകയിൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമുക്കൊരു 15,000 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? പ്രീമിയം ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ റിഡംഷൻ പ്രീമിയം ഈ 15 നിന്ന്, അതായത് 30,000 നിന്ന് 24,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിഡംഷൻ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ എത്ര ഉണ്ടാവുള്ളൂ? 30,000 ലെസ് 24,000 എന്ന് പറയുമ്പോൾ 6,000 റുപ്പീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി സെക്യൂരിറ്റി പ്രീമിയം റിസർവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ആരാണ്? CRR അക്കൗണ്ട്. അതിനെ മറക്കരുത്. ജേർണലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? റിഡംഷന് വേണ്ടിയിട്ട്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഒരു പോർഷൻ ഓഫ് പ്രോഫിറ്റ് വി ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു CRR. ഓക്കെ, CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള
പ്രിഫറൻസ് ഷെയർസ് ഒക്കെ റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. CRRലേക്ക് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ജേർണലിൽ നോക്കുക. ജേർണലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 90,000 rupees ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ടോട്ടൽ ഇപ്പോഴത്തെ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് 1,46,000 rupees ആണ്. 46,000 rupees വരിക. ഇതാണ് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ കേസിൽ വരുന്നത്. ഇനി എന്താണ്? ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഹെഡായിട്ട് വരുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതിലൊന്നും ചേഞ്ച് ഇല്ല. ക്രെഡിറ്റേഴ്സ് സെയിം എമൗണ്ട് തന്നെയാണ് വരിക. ഇനി എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 50 ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അൺട്രേസബിൾ ആണ്. തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് വരികയാണെങ്കിൽ അവരുടെ എമൗണ്ട് അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. സോ നമ്മുടെ അടുത്ത ഹെഡ് എന്ന് പറയുന്നത് അതർ കറണ്ട് ലയബിലിറ്റി. അതിൽ എത്ര വരും? അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് എത്ര ഇതാണ് ഷെയർസ് ആണ്? 50 ഷെയർസ് ആണ്. ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? 100 രൂപ ഫേസ് വാല്യൂ പ്ലസ് 10% പ്രീമിയം. സോ 110 രൂപ ആണ് കൊടുക്കുന്നത് ഒരു ഷെയറിന്. അങ്ങനെ 50 ഷെയറിന് എന്ന് പറയുന്ന സമയത്ത് എത്ര റുപ്പീസ് വരും? 5,500 റുപ്പീസ് വരും. ഓക്കെ, അത് നമുക്ക് ഇവിടെ എഴുതാം. 5,500 റുപ്പീസ് വരും. ഇനി നമുക്ക് ഒരു എണ്ണം കൂടി നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അസറ്റ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. അസറ്റ് സൈഡിൽ ഫസ്റ്റ് വരുന്നത് നോൺ കറന്റ് അസറ്റ് ആണ്. അതിലൊന്നും ചേഞ്ച് ഇല്ല. കറന്റ് അസറ്റില് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റു. സോ ഇനി അടുത്ത ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണ്? ഒരെണ്ണം ഉള്ളത് ക്യാഷ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡാണ്. അതിൽ ബാങ്ക് അക്കൗണ്ട് വരും. സോ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസില് ബാങ്ക് അക്കൗണ്ടിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എത്രയാവും ഉണ്ടാവുള്ളൂ? 36,500 ആണ് ഇപ്പോൾ ഉള്ളൂ. സോ അത് നമ്മൾ എടുത്ത് എഴുതുക. 36,500 ആണ് ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിട്ട് കമ്പനിക്ക് ഉള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ളൂ. അത് നമ്മളവിടെ നേരത്തെ കണ്ടുപിടിച്ചാണ്. സോ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട്. ഇത്രയും ഐറ്റംസിനാണ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവുള്ളൂ. വേറെ ഹെഡിലൊന്നും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവില്ല. So after preparing notes to accounts, it is easy to prepare balance sheet. So നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് വേഗം പ്രിപ്പയർ ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് വരിക. അതിൽ ആദ്യത്തെ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു? ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ആണ് ഹെഡിൽ വരിക. അതിൻ്റെ കീഴിലായിട്ട് എ ഷെയർ ക്യാപിറ്റൽ വരും. ഷെയർ ക്യാപിറ്റൽ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് ഫസ്റ്റ് 1 ആണ്. എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു? 4,58,000. നോട്ട്സ് ടു അക്കൗണ്ട്സ് നോക്കുക. ബി എന്ന് പറഞ്ഞിട്ട് ഏതാണ് വരിക? റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. നെക്സ്റ്റ് ഇക്വിറ്റിയുടെ കീഴിൽ വരിക. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1,46,000 റുപ്പീസ് ആണ് കിട്ടിയിട്ടുള്ളത്. നോട്ട്സ് ടു അക്കൗണ്ട്സ് നോക്കുക. രണ്ടാമത്തെ നോട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഇക്വിറ്റി സൈഡ് കഴിഞ്ഞു. ഇനി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ രണ്ടാമത്തെ 1 ആയിട്ട് വരുന്നത് നോൺ കറന്റ് ലയബിലിറ്റി. ഇത് ഫോർമാറ്റ് ആണ്, ഇങ്ങനെയാണ് എഴുതുക. നോൺ കറന്റ് ലയബിലിറ്റി ആയിട്ട് ഒന്നുമില്ല. സോ ബ്ലാങ്ക് ആയിട്ട് ഇടുക. തേർഡ് 1 എന്ന് പറഞ്ഞിട്ട് കറന്റ് ലയബിലിറ്റി. ഓക്കെ, കറന്റ് ലയബിലിറ്റിയുടെ കീഴിലായിട്ട് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ട്രേഡ് പേയബിൾസ്. നോട്ട്സ് ഒന്നുമില്ല. സോ ജസ്റ്റ് ലീവ് ബ്ലാങ്ക്.
27,000 rupees. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റേഴ്സ് കിടക്കുന്നുണ്ട്. കറന്റ് ലയബിലിറ്റീസിന്റെ കീഴിൽ ഒരെണ്ണം കൂടിയും വരും. അതർ കറന്റ് ലയബിലിറ്റി 50 ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുള്ള അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കേസാണ്. അത് നമ്മളുടെ എത്രാമത്തെ നോട്ടായിരുന്നു? 3ാമത്തെ നോട്ടായിരുന്നു വരുന്നത്. സോ അത് 5,500 rupees ആണ് വരിക. ഓക്കെ, സോ ഇത്രയാണ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയുടെ കീഴിൽ വരിക. സോ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഈ ഒരു ഇത് സമ്മപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6,36,500 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ അവിടെ ഒരു വര വരയ്ക്കുക. സോ നമ്മുടെ ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു, ഇക്വിറ്റി ലയബിലിറ്റി എഴുതി. ഇനി നമുക്ക് വരുന്നത് എന്താണ്? അസറ്റ് സൈഡാണ്. സോ അസറ്റ്സ് ബി എന്ന് പറഞ്ഞിട്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അസറ്റ്സിൽ ആദ്യം വരുന്നത് നോൺ കറന്റ് അസറ്റ്സ് ആണ്. സോ നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എത്രയാണ് വരുന്നത്? 6 lakh rupees. ക്വസ്റ്റ്യൻ നോക്കുക, നോട്ട്സ് ഒന്നുമില്ല. 6 lakh rupees ആണ് വരിക. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് എന്താണ് വരിക? കറന്റ് അസറ്റ് ആണ് വരിക. കറന്റ് അസറ്റിന്റെ കീഴിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ് മാത്രമേ ഉള്ളൂ. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വാലൻസ്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞു. സോ ഇനി ആകെ കൂടി വരുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആണ്. അതിന്റെ നോട്ട് എന്ന് പറയുന്നത് 4ാമത്തെ നോട്ടായിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. സോ 4ാമത്തെ നോട്ട് എന്ന് പറഞ്ഞിട്ട് 36,500 rupees ആണ് വരുന്നത്. സോ അസറ്റ് സൈഡിലും നമുക്ക് 6,36,500 എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ നമ്മുടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡും ടോട്ടൽ ഓഫ് അസറ്റും ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നു ടാലി. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ടു റീഡ്രാഫ്റ്റ് ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ജേർണലും അതേമാതിരി തന്നെ ബാങ്ക് അക്കൗണ്ട്, നോട്ട്സ് എന്നുള്ള എല്ലാ സംഭവങ്ങളും പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫൈനലി വി ഹാവ് പ്രിപ്പയർഡ് ദ ബാലൻസ് ഷീറ്റ്. സോ ദിസ് വാസ് എ ലെങ്തി പ്രോബ്ലം. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ വക തിയറിയും കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടത്. ഓക്കെ, സോ താങ്ക് യു ആൾ.